നമ്മൾ ഏറ്റവും കൂടുതൽ ഖേദിക്കാറുള്ളത് എന്തിന്റെ പേരില? നമുക്ക് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു പക്ഷെ ചെയ്തില്ല, പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നു പക്ഷെ പഠിച്ചില്ല. അങ്ങനെ നമ്മൾ ചെയ്യാത്തതിന്റെയും പഠിക്കാത്തതിന്റെയും നമ്മൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ ഓർത്തായിരിക്കും നമുക്ക് ഖേദമുണ്ടാവാറുള്ളത്. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്തു നോക്കാറുണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കാണാൻ പറ്റാറില്ല. അതിന് പകരം ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ചെയ്യാം, അവരെ പോലെ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരായിട്ട് എങ്ങനെ മാറാം. വെൽക്കം ടു സ്പാർക്ക് അപ്പ് യുവർ ലിംഗ്വിസ്റ്റിക് ആൻഡ് ഗ്രോത്ത് പാർട്ട്ണർ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുന്ന 1% ആളുകളുണ്ട്. എന്ത് മായാജാലം കാട്ടിയിട്ടാണ് അവർക്ക് ഇത്രയും അവരുടെ പാഷന്റെ പിറകിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകാൻ പറ്റുന്നത്? അതേസമയം ബാക്കിയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല? അതിന്റെ പിന്നിലുള്ള അത്ഭുതം തേടി പോവുകയാണ്. അത് അത്ഭുതമൊന്നുമല്ല, ഹാബിറ്റ്സ്, അവരുടെ ഹാബിറ്റുകളാണ്. അതായത് അങ്ങനെ പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ ഹാബിറ്റ് ഫോർമാറ്റ് ചെയ്യണമെന്ന് പറയാം. അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നതിൽ 95% കാര്യങ്ങളും നമ്മുടെ ഹാബിറ്റിന്റെ റിസൾട്ടാണ്. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ പ്രാഥമിക കർമ്മങ്ങൾ, ഭക്ഷണം കഴിക്കുന്നത്, ജോലിക്ക് പോകുന്നത്, അങ്ങനെ തുടങ്ങി ഉറങ്ങുന്നവരെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്താൽ 95% കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹാബിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഉണരുന്ന സമയം, നമ്മൾ ചെയ്യുന്ന പ്രാഥമികമായ കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുന്നത്, അതൊക്കെ നമ്മുടെ ഹാബിറ്റാണ്. അതുപോലെ ഭക്ഷണം കഴിക്കാൻ നമ്മളെ ആരെങ്കിലും നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അലാറം വെക്കേണ്ട ആവശ്യമുണ്ടോ? ഉറങ്ങാൻ അലാറം വെക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്താൻ നമുക്കൊരാളുടെയും ആവശ്യമില്ല. എന്നതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ ആ ലക്ഷ്യങ്ങൾ നേടാൻ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണ്, അതൊക്കെ ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമ്മുടെ ഉള്ളിൽ എന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നോ അന്നേ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെ നേടാൻ പറ്റൂ. അല്ലാത്ത സമയം നമ്മൾ ഒരു വട്ടം 2 വട്ടം പരിശ്രമിക്കും, പിന്നീട് കൈവിട്ടു പോകും, അടുത്തത് പരിശ്രമിക്കും, വീണ്ടും കൈവിട്ടു പോകും. അപ്പോൾ എന്നാണോ നമ്മൾ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അന്ന് മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ ഗോളിലേക്ക് എത്താൻ പറ്റും. നല്ല ഹാബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷേ അതനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും സുഖകരമാണ്. അതേസമയം ചീത്ത ഹാബിറ്റുകൾ, മോശം ഹാബിറ്റുകൾ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, പക്ഷേ അവ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ അത് വളരെ പ്രയാസകരവുമാണ്. നല്ല ഹാബിറ്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉയരാൻ പറ്റും. ചീത്ത ഹാബിറ്റുകളാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ, അതായത് നല്ല ഹാബിറ്റുകൾ നമ്മൾ ഫോർമാറ്റ് ചെയ്തെടുത്തിട്ടില്ല എങ്കിൽ ചീത്ത ഹാബിറ്റുകളായിരിക്കും നമ്മളെ നയിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് നല്ല ഹാബിറ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക? അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് എല്ലാ ദിവസവും വായിക്കണം, എല്ലാ ദിവസവും എന്തെങ്കിലും കാര്യങ്ങൾ വായിച്ച് നമ്മുടെ അറിവ് കൂട്ടണം. അങ്ങനെയെങ്കിൽ നമുക്കത് എങ്ങനെ ഹാബിറ്റ് ഫോർമാറ്റ് ചെയ്യാം? അതിനു വേണ്ടി ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ചെയ്യും, അല്ലെങ്കിൽ 2 ദിവസം ചെയ്യും, പിറ്റേ ദിവസം നമ്മൾ കൈവിട്ടു പോകും. അതിന് പകരം ഹാബിറ്റ് ഫോർമാറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും ഉള്ള ഒരേ ഒരു വഴി റെപ്പറ്റീഷൻ, ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ദിവസം ഇട്ടു, 2 ദിവസം ഇട്ടു, അതൊന്നും നമ്മുടെ ഹാബിറ്റ് ആയിട്ടില്ല. മറിച്ച് തുടരെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസക്കാലം നമ്മൾ തുടരെ ഇടുകയാണെങ്കിൽ അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. പിന്നെ നമ്മൾ ആരും ഓർമ്മപ്പെടുത്തേണ്ടി വരില്ല യൂട്യൂബ് വീഡിയോ ഇടണം, റെക്കോർഡ് ചെയ്യണം, ആ കാര്യങ്ങളൊന്നും. ഓക്കെ, അപ്പോൾ ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹാബിറ്റായിട്ട് അത് മാറുന്നത്. എപ്പോഴാണോ ആരും നമ്മളെ ഓർമ്മപ്പെടുത്താതെ നമ്മൾ സ്വന്തമായിട്ട് അത് ചെയ്യാൻ പാകപ്പെടുന്നത് അന്നായിരിക്കും നമ്മുടെ ഹാബിറ്റ് രൂപപ്പെട്ടിട്ടുണ്ടാവുക. അത് ചിലപ്പോൾ വ്യക്തികൾക്കനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഇനി ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ കൊണ്ട് നടക്കുന്ന ചില ഹാബിറ്റുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തത് വാല്യൂ ഓഫ് ടൈം, സമയത്തിന്റെ വാല്യൂ. നമുക്ക് കിട്ടുന്ന സമയം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് സമയമാണെന്നുള്ള തിരിച്ചറിവാണ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അത് പണമാണ്, അല്ലെങ്കിൽ നമുക്കുള്ള ബാക്കി കാര്യങ്ങളാണ്. അതിനൊക്കെ വാല്യൂ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ തിരിച്ചറിയുന്ന ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മൂല്യമുള്ള സാധനം സമയമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ചിലവഴിക്കുന്നത് ഏറ്റവും മൂല്യവത്തായ ഇടങ്ങളിൽ മാത്രമായിരിക്കുമെന്ന് ഉറപ്പുവരുത്തലാണ് ഒന്നാമത്തെ ഹാബിറ്റ്. ഒരു പക്ഷേ അങ്ങനെ ഇതുവരെ സമയത്തിന്റെ വാല്യൂ നിശ്ചയിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ സമയം വാല്യബിൾ ആണെന്ന് അറിയാം, പക്ഷേ അതിനനുസരിച്ച് കരുക്കൾ നീക്കാത്ത ആളുകൾ ഇന്നു മുതൽ തീരുമാനിക്കുകയാണ്, ഞാൻ ഇനി മുതൽ എൻ്റെ സമയം വാല്യബിൾ ആയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യൂ.
ഒരുപക്ഷെ 1-2 ദിവസം നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരിക്കലും തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും അത് വാല്യബിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ സമയം കവർന്നു കൊണ്ടുപോകും. പക്ഷേ നമ്മളത് സ്ഥിരമായിട്ട് ചെയ്താൽ, വാല്യൂ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് പതിയെ പതിയെ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ ഫൈനലി അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. പിന്നെ ഒരാളും നമ്മെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, നീ വാല്യബിൾ ആയിട്ടുള്ള ഇടങ്ങളിൽ മാത്രമേ നിന്റെ സമയം ചിലവഴിക്കാൻ പാടുള്ളൂ എന്ന്. കാരണം നമ്മളത് കൃത്യമായിട്ട് ചെയ്യൽ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. നമ്പർ 2, ഡിസിപ്ലിൻ. നമ്മളെ ഡിസിപ്ലിൻ ആക്കുക. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയാം, അതായത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കുക. ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ ബിസിനസ്സിൽ ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അതാത് സമയങ്ങളിൽ ചെയ്യാറുണ്ട് എങ്കിൽ നമ്മളൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണ്. ഒരു ഡിസിപ്ലിൻ നമ്മുടെ ഹാബിറ്റാണ്. ചെയ്യാറില്ല, പിന്നെ ചെയ്യാം പ്രോക്രാസ്റ്റിനേഷൻ ആണെങ്കിൽ, മാറ്റിവെക്കലാണ് നമ്മുടെ പതിവെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിട്ടില്ല. ഈ ഹാബിറ്റ് ഇല്ലാതെ നമ്മൾ എത്ര മുന്നോട്ട് പോയാലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഡിസിപ്ലിൻഡ് ആക്കി മാറ്റാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കൃത്യമായിട്ട് ഡിസിപ്ലിനായിട്ട് ചെയ്തു തീർക്കുക അതാത് സമയങ്ങളിൽ. 3-ാമത്തെ കാര്യം, ഗോൾ സെറ്റിംഗ്. എല്ലാ ദിവസവും അതാത് ദിവസങ്ങളിൽ ചെയ്തു തീർക്കേണ്ട, നേടിയെടുക്കേണ്ട ഗോള് സെറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും, ഈ ഇന്ന പൊസിഷനിലെത്തണം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ബിസിനസ് കെട്ടിപ്പടുക്കണം. അതൊരു പക്ഷേ വിശാലമായ വർഷങ്ങളുടെ പ്ലാൻ ആയിരിക്കും. പക്ഷെ ആ പ്ലാനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ വർഷത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ മാസത്തിൻ്റെയും പ്ലാനാക്കി അതാത് ദിവസങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട, നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മളൊരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഗോൾ സെറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം, ആരൊക്കെ കാണണം, ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഗോൾ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ആളുകളെ കണ്ട് മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നില്ല, അതാ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഗോൾ സെറ്റ് ചെയ്യാതെ നമ്മൾ വലിയ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞു നിന്നാൽ ഒരിക്കലും തന്നെ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം അതിന് പകരമായി നമ്മൾ നമ്മുടെ ഗോളിനനുസരിച്ച് ഡെയിലി ഓരോ ഗോൾ ഉണ്ടാക്കി ഗോൾ സെറ്റ് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോകണം. 4-ാമത്തെ കാര്യം റിസൾട്ട് ഓറിയൻറ്റഡ് ആവുക. റിസൾട്ട് ഓറിയൻറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ സാധാരണ നമ്മളൊക്കെ ചെയ്യാറുള്ളത്, നമുക്ക് ഏറ്റവും സുഖം തരുന്നത്, ഏറ്റവും ആസ്വാദനം നൽകുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കംഫർട്ട് ആക്കുന്ന കാര്യം നമ്മൾ ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നത്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ, നമ്മുടെ സങ്കല്പങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ വാല്യൂ നൽകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയെ ത്വരിതഗതിയിലാക്കുന്ന കാര്യം ഏതാണോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണോ അതിനെ ആദ്യം ചെയ്യും. പിന്നെ അതിനുശേഷം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ റിസൾട്ടിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കലാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്. അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. അടുത്തത് നെറ്റ്വർക്ക്. ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള നെറ്റ്വർക്ക് വികസിപ്പിക്കുക. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുന്നുണ്ടാവും. പക്ഷെ കണ്ടുമുട്ടുമ്പോൾ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആരോട് കൂട്ടുകൂടണം, ആരോട് കൂട്ടുകൂടണ്ട, ആരെ കൂടെ സമയം വിനിയോഗിക്കണം, ആരെ കൂടെ സമയം വിനിയോഗിക്കരുത്. അതായത് അവർക്ക് അവരുടെ ജീവിതത്തിൽ സംതിങ് വാല്യബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടും, അറ്റ്ലീസ്റ്റ് വാല്യബിൾ ആയിട്ടുള്ള ഒരു സംസാരം കിട്ടും, വാല്യബിൾ ആയിട്ടുള്ള സന്ദേശം കിട്ടും. അങ്ങനെ തുടങ്ങി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വാല്യബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുന്ന ആളുകളോട് അവരുമായിട്ടുള്ള നെറ്റ്വർക്ക് നിരന്തരം ബിൽഡ് ചെയ്യാം. നമ്മളൊരു ബിസിനസ് മാൻ ആണെങ്കിൽ ആ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ വലിയ ആളുകളുമായിട്ടുള്ള നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. ഇനി നമ്മൾ മറ്റേതെങ്കിലും രംഗത്താണ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ രംഗത്തുള്ള ആളുകളുമായി നിരന്തരം നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളർച്ചയെ, ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കുണ്ടാകുന്ന നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്ക് ഒക്കെ നമ്മുടെ ഗ്രോത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നാണ് പറയാറുള്ളത്. അതേസമയം സാധാരണക്കാർ ചെയ്യാറുള്ളത് അവരുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളിൽ വെച്ചിട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കലാണ്. അത് പലപ്പോഴും നമുക്ക് ഉപകാരപ്രദമാവണമെന്നില്ല. മറിച്ച് നമ്മുടെ സങ്കല്പങ്ങൾ എന്താണോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള വിശാലമായിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ മറ്റൊന്ന്, സ്റ്റേ ഹോണസ്റ്റ്. സത്യസന്ധത പാലിക്കുക. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘടകം നമ്മുടെ സാമ്പത്തികമായ ഇടപാടിലായിരിക്കും. അപ്പോൾ നമ്മളെ കയ്യിൽ പണമില്ല, നമ്മൾ പണം കൊടുക്കാനുള്ള ആളുകളോട് നമ്മൾ പറയും 1 മണിക്കൂർ കൊണ്ട് തരാം.
അവർ ആ 1 മണിക്കൂർ കാത്തിരിക്കും. പക്ഷെ ആ 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ദിവസം കൊണ്ടോ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ കൃത്യമായിട്ട് അവരോട് പറയാം, ഇങ്ങനെയാണ് സാഹചര്യം, ഇപ്പോൾ നൽകാൻ പറ്റില്ല, നൽകാൻ കഴിയില്ല, ആ രൂപത്തിൽ സംസാരിക്കുക. അല്ലാതെ അവരുടെ ഇങ്ങനെ പ്രോമിസ് ചെയ്ത് നീട്ടിക്കൊണ്ടുപോയി അവരെ മുഷിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മുടെ ഹാബിറ്റ് ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്നാണ് നമ്മൾ ഒരു പ്രോ ആക്റ്റീവായി മാറുക എന്ന് വെച്ചാൽ, സാധാരണ നമുക്ക് ജീവിതത്തിൽ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അതിൻ്റെ കാരണം അവനാണ്, ഇവനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ തലയിലുണ്ടായിരുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയാണ്. പതിയെ അത് നമ്മളെ ഒരു ദുർബലനാക്കി മാറ്റും. അതിന് പകരം അത് എൻ്റെ തെറ്റാണ്, ഞാനായിരുന്നു അത് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഏറ്റെടുക്കുക. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം അത് ഞാൻ ചെയ്യേണ്ട കാര്യമായിരുന്നു, ഞാനാണ് അത് ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഏറ്റെടുക്കുക. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടും, കുറച്ചും കൂടി നമ്മുടെ ഒരു ക്യാരക്ടർ സ്ട്രോങ് ആയിട്ട് മാറാൻ പറ്റും. ആൻഡ് ഫൈനൽ വൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡിജിറ്റൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ സമയം കവർന്നെടുക്കാൻ സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ ഒരുപാട് ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേസമയം നമുക്ക് ഈ ഒറ്റയടിക്ക് ഇത് വിട്ടുപോകാനും പറ്റില്ല. അങ്ങനെ വിട്ടുപോയാൽ നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ നഷ്ടപ്പെടും. അപ്പോൾ അതിനെത്ര സമയം ചിലവഴിക്കണം, അതിൽ നിന്ന് എപ്പം ഇറങ്ങിപ്പോരണം, അത് നമുക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവണം. ഈ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ ഇതിനോട് കൂടെ തന്നെ അനേകം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മളൊരു ഹാബിറ്റായിട്ട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് ഏതാവട്ടെ, ആ ഫീൽഡിൽ എങ്ങനെ വളരണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനെക്കുറിച്ച് നിരന്തരം പഠിക്കുന്ന ഒരു ഹാബിറ്റ് നമ്മളിൽ ഉണ്ടാവണം. റെസിലിയൻസ് ബിൽഡ് ചെയ്യുന്ന ഹാബിറ്റ് നമ്മളിൽ ഉണ്ടാവണം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മളിൽ ഉണ്ടാവേണ്ടത്. ആ ഹാബിറ്റ് നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി അതിലേക്ക് നടന്നെടുക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി ആരുടെയും ബാക്കപ്പ് ഇല്ലാതെ, ആരും നമ്മളെ സമ്മർദ്ദം ചെലുത്താതെ അതിനു വേണ്ടി അതിൻ്റെ പിന്നിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.